അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ 11 മാസങ്ങളിലില്ലാത്ത വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഈ ഒരു റമളാനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിനെന്തോ ഒരു ഭാരക്കുറവ്, ഒരു വലിയ ആത്മസംതൃപ്തി, ഭയവും ആശങ്കകളും ഒഴിഞ്ഞ് മനസ്സിനൊരു സമാധാനവും നിർഭയത്വവും. ഇതെല്ലാം വെറുതെ ഉണ്ടാവുന്നതല്ല. ചില മാറ്റങ്ങൾ റമദാനിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. ഒന്ന്, നമ്മുടെ ഏറ്റവും അധികം നന്മകൾ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങളും ആരാധനകളും നിർവഹിച്ചു മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ ദീർഘമായി രാത്രി നമസ്കാരം നിർവഹിച്ചു. പകല് മുഴുവൻ പ്രഭാതം ഉദയത്തിന് മുമ്പ് അത്താഴം കഴിച്ച് അസ്തമയം വരെയുള്ള എല്ലാ പകലിലും നമ്മൾ നന്മയിൽ നിരതരായിരുന്നു. കാരണം നോമ്പ് അല്ലാത്തൊരു പകൽ സമയം നമുക്കില്ലല്ലോ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്തു. ഒരു ലക്ഷ്യം, വിശുദ്ധ ഖുർആൻ ഓതി തീർക്കണമെന്നൊരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു. അതുമാത്രമല്ല, നോമ്പിൻ്റെ പകലുകളിൽ എൻ്റെ നോമ്പ് എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായി നമ്മുടെ വളരെ സ്വകാര്യമായ രഹസ്യ സന്ദർഭങ്ങളിൽ പോലും നമ്മൾ അതീവമായ സൂക്ഷ്മത പുലർത്തി. എന്തെല്ലാം നന്മകൾ പ്രവർത്തിക്കാൻ പറ്റുമോ അതിൻ്റെ ഒരവസരങ്ങളും നഷ്ടപ്പെടാതെ ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് പോയി. അതിലെല്ലാം ഉപരി നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമ്പത്ത് ഏറ്റവും അധികം നാം ദാനം ചെയ്ത ഒരു മാസമായിരിക്കും യഥാർത്ഥത്തിൽ ഈ മാസം. ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന കുറ്റബോധത്തിൽ നിന്നും നമ്മുടെ മനസ്സ് മോചിതമായിട്ടുള്ള സന്ദർഭങ്ങളായിരുന്നു ഇതെല്ലാം. എനിക്ക് ചിലതെല്ലാം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന നിർവൃതിയും യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ പകലും രാത്രിയുമുള്ള ആരാധനകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും നമ്മൾ നേടിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വളരെ വലിയ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇഫ്താറിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പള്ളിയിൽ നിരന്തരമായി നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം തറാവീഹിന് വേണ്ടി ചെല്ലുമ്പോൾ ഉള്ള വിശ്വാസികളുമായുള്ള ആത്മബന്ധം, സൗഹൃദം, ഇതൊക്കെ നമുക്ക് വളരെ വലിയ ആത്മധൈര്യവും ആത്മവിശ്വാസവും മനസ്സമാധാനവും നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് റമദാനിന് മുമ്പുണ്ടായിരുന്ന അന്തരീക്ഷങ്ങളിൽ വന്ന മാറ്റം, നമ്മുടെ ആരാധനകളിൽ വന്ന മാറ്റം, നമ്മുടെ ജീവിത സൂക്ഷ്മതകളിൽ വന്ന മാറ്റം, ഇതൊക്കെ തന്നെയാണ് വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവവും സമാധാനപൂർണമായ ഒരു മാനസിക അന്തരീക്ഷവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ചിലതൊക്കെ ചെയ്തത് കൊണ്ടും ചില മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ടും തന്നെയാണ്. തീർച്ചയായും ഇത് നമുക്ക് ഒരു ജീവിതത്തിൽ ബോധ്യപ്പെട്ടൊരു സംഗതി എന്നുള്ള നിലക്ക് ഈ നന്മകൾക്കെല്ലാമുള്ള സാധ്യതകൾ ഇനി റമദാനിന് ശേഷവും ഉണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ബോധപൂർവം ഈ നന്മകളെല്ലാം, ഒരു നിർബന്ധമായതുകൊണ്ടാണ് നോമ്പ് നമ്മൾ നോറ്റതെങ്കിൽ, നിർബന്ധമല്ലെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നോമ്പ് നോൽക്കുവാനും, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിന് ഇപ്രാവശ്യം നമ്മൾ നോമ്പ് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ എനിക്ക് ഖുർആൻ ഓതി തീർക്കണം എന്നൊരു വാശി നമുക്കുണ്ടായതുപോലെ തന്നെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കണമെന്നും രാത്രി നമസ്കാരം ഭാഗികമായെങ്കിലും നമസ്കരിക്കും എന്നും നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലൊക്കെ വന്ന റമദാനിൽ വന്ന മാറ്റവും സൂക്ഷ്മതയും ഞാൻ തുടരുമെന്നും നമ്മൾ വിചാരിക്കുമ്പോൾ തീർച്ചയായും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിൻ്റെ ഭാരക്കുറവും കുറ്റബോധമില്ലായ്മയും ആത്മസംതൃപ്തിയും മനസ്സമാധാനവും എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലുടനീളം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് വസ്തുത. അതുകൊണ്ട് അനുഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഈ ബോധ്യങ്ങളെ നമ്മൾ തിരസ്കരിക്കാതെ, വീണ്ടും പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്കൊരു പ്രവേശനം അനുവദിക്കാതെ നമ്മൾ പരമാവധി സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കാം. യഥാർത്ഥത്തിൽ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല
ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, ദീനീൻ്റെ ഉത്ബോധനങ്ങളുടെ സദസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുക. നന്മയുമായി നമ്മൾ സഹകരിക്കുക. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മളിൽ നിന്നുണ്ടാവുക. അങ്ങനെ സൂക്ഷ്മതയുള്ളൊരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു ഈ നോമ്പിന് ശേഷവും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.